ആരെ സുഖം തന്നെ. അമ്മക്ക് വേണ്ട അനിയത്തേം ചേട്ടത്തെയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നു. ചെല്ലണം എന്നും പറഞ്ഞ്. എൻ്റെ വീട് കായംകുളമാണ് കേട്ടോ. കായംകുളം എന്ന് വെച്ചാൽ മുതുകുളം. ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന തിരുവനന്തപുരത്ത് 14 വർഷമായി. വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിക്കുന്നിടത്ത് തിരുവാതിരയും പിള്ളേരുടെ പരിപാടികളും ഡാൻസും പിന്നെ എല്ലാം വടംവലി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിള്ളേരുടെ ഓട്ടം ചാട്ടം എല്ലാം ഉണ്ട്. അങ്ങനെ ഞാനെല്ലാ പിന്നെ ഓണത്തിനും വടം വലിക്കാൻ പോകും. വടം വലിക്കാൻ പോകും. ചില വർഷം ജയിക്കും, ചില വർഷം ജയിക്കത്തില്ല. ജയിക്കുന്നവരും തോക്കുന്നവർക്കും സമ്മാനം തരും. പിന്നെ ഏറ്റവും ജയിക്കുന്നവർക്കായിരിക്കും വലിയ സമ്മാനം. അങ്ങനെ വടം വലിക്കാനൊക്കെ പോകും കേട്ടോ. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ നാട്ടിൽ പോയായിരുന്നു. നാട്ടിൽ പോയപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അനിയത്തി വടം വലിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. ഞാനും കൂടെ പോയി. വലിയ കാര്യത്തെ പോയി. അവിടെ ചെന്ന് എല്ലാം കൂടെ വടം വലിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നവരെല്ലാം കയറേന്ന് അങ്ങ് വിട്ട് കളഞ്ഞ്. ഞാൻ ഈ കയറേന്ന് വിട്ടില്ല, വടത്തേന്ന് ഞാൻ വിട്ടില്ല. വിടാതിരുന്നപ്പോൾ എല്ലാം കൂടെ എന്നെ വലിച്ച് താഴെ കൊണ്ട് ഞാൻ ഉരുണ്ട് വീണ. അങ്ങനെ കാലിച്ചിരി ഒരു പരിക്കേറ്റായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അനിയത്തിയൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഓണത്തിന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആങ്ങളമാരുടെ മക്കളും ചേട്ടത്തിയുടെയും അനിയത്തിയുടെ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചക്കൂണും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചോറും ഒക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് തിരുവാതിര കളിക്കും. എന്തോ ചാട്ടമാണെന്നറിയാമോ, ബഹളവും ചാട്ടവും തിരുവാതിര ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ 2-3 ദിവസമൊക്കെ നാട്ടിൽ പോയി നിൽക്കും. ഈ വർഷം വിളിക്കുന്നുണ്ട്, പോണോ പോണ്ടായോ എന്നാണ്. ചേട്ടന് പണിയൊക്കെ കുറവ് കേട്ടോ. പോണമെന്നുണ്ട്, ചേട്ടന് പണിയൊക്കെ കുറവ്. അതുകൊണ്ട് ചിലപ്പോഴേ പോകത്തുള്ളൂ കൂട്ടുകാരെ. പിന്നെ പോയാൽ തന്നെ എനിക്ക് എൻ്റെ ചേട്ടത്തെ അനിയത്തൊക്കെ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തരും കേട്ടോ. മക്കൾക്കൊക്കെ എടുത്ത് തരും, കൊച്ചുമക്കൾക്കും മോക്കുമൊക്കെ എടുത്ത് തരും. അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് അവരുടെ ഒരു സഹായമേ എൻ്റെ ചേട്ടത്തിയുടെ അനിയത്തിയുടെയൊക്കെ സഹായമേ അങ്ങനെ ഞാനൊക്കെ പോവും. എല്ലാ വർഷവും പോവും. പിന്നെ കല്യാണം വന്നാലും പിന്നെ പാല് കാച്ച കല്യാണം എന്തൊരു മരണങ്ങളോ എന്ത് കാര്യം വന്നാലും ഞാൻ നാട്ടിൽ പോവും കേട്ടോ. അങ്ങനെയൊക്കെ പോവും. കടവടമൊക്കെ മേടിച്ചൊക്കെ പോവും. പോകാതൊന്നും ഇരിക്കത്തില്ല. പിന്നെ വർഷം അങ്ങനെ പോവും. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം വലിയ ഓണമൊന്നും ഇല്ല. പിന്നെന്താണ്ട് പിന്നെ അവിടെ പോയാലേ എനിക്ക് ഈ വർഷം പോകണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഒക്കെ പിടിക്കാം. അവിടെ ചെന്നാൽ അവിടെ കുളം, കായൽ, കടൽ, പിന്നെ എല്ലാം തോട് നല്ല രസം അവിടെ കാണാനാ. പിന്നെ മീൻ വളർത്തുന്ന കുളങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ മീനൊക്കെ വളർത്തും കേട്ടോ കുളത്തിൽ. അതോ അനിയത്തിയുടെ വീട്ടിൽ പ്ലാവില്ല കേട്ടോ, പറങ്കാവ്, മാവ് ഇഷ്ടം പോലെ, വാഴ എല്ലാം ഉണ്ട്. അതൊക്കെ ഈ തോട്ടിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന മാവൊക്കെ പല സൈസിലുള്ള മാവൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മാങ്ങ പിടിക്കുന്നത്. ഈ പറങ്കാവിൻ്റെ അടിയിലും ഒക്കെ ഈ ആമയുണ്ട്, മുട്ടനാമയാ കുളത്തിൽ. ഒരു വലിയ കരച്ചേട്ടയുടെ അത്രയും കാണും. ഇഴഞ്ഞൊക്കെ സന്ധ്യ നേരം വയ്യുമ്പോഴൊക്കെ കയറി വീടിൻ്റെ സൈഡിലൊക്കെ കയറി വരും. അങ്ങനെ നല്ല രസമാണ് കാണാൻ. വീഡിയോ ഒക്കെ പിടിക്കാനൊക്കെ കൊള്ളാം കേട്ടോ. അതുകൊണ്ട് ഈ വർഷം പോകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത്. എന്തുവാന്ന് അറിയത്തില്ല. പൈസ ഉണ്ടെങ്കിൽ പോവും. അടിച്ചു പൊളിച്ച് എല്ലാ വീഡിയോകളെല്ലാം ഒന്ന് എടുത്ത് സൂപ്പറായിട്ട് വരണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഞാൻ ഓണത്തിന് ലോട്ടറി എടുക്കും കേട്ടോ. ഒരു പ്രാവശ്യം എനിക്ക് ലോട്ടറി 1 കോടിക്ക് ഒരു നമ്പറിൽ പോയി. പിന്നെ ഇതുവരെ എനിക്ക് ഇതുപോലും അടിച്ചിട്ടില്ല. 10 രൂപ പോലും അടിച്ചിട്ടില്ല. എല്ലാ വർഷവും ഇപ്പോൾ ഒരു 7-8 വർഷം കൊണ്ടേ ഞാൻ 9 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഞാൻ ലോട്ടറിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ വർഷം എങ്ങനെങ്കിലും തണ്ടിയാലും ഞാൻ എടുക്കും. അടിച്ചില്ലെങ്കിൽ എടുക്കണം. പിന്നെ ഏത് സമയത്തിനാ ഇങ്ങനെ നമുക്ക് ഭാഗ്യം ഇരിക്കുന്നതെന്ന് അറിയാനൊക്കുമോ? ഏതെങ്കിലും വഴിയിൽ എൻ്റെ തലയൊന്ന് പൊങ്ങണമെന്നുള്ളൊരിത്. പിന്നെ എപ്പോഴും ഞാൻ മനസ്സിൽ പറയും, ദൈവമേ നല്ല പ്രായം ആകുമ്പോഴെങ്കിലും ഒരു സുഖജീവിതം കിട്ടും, ഒരു സന്തോഷം കിട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നടക്കുന്നത് ദൈവത്തിനെയും വിളിച്ച്. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെല്ലാം സന്തോഷിച്ചിരിക്കുന്ന ഓണമൊക്കെ അല്ലേ വരുന്നത്. എല്ലാവരും പോയി തുണികളൊക്കെ എടുത്തോ? പിന്നെ എല്ലാവരും നമുക്ക് എല്ലാവരും കൂടി നമുക്ക് തിരുവാതിരയൊക്കെ കളിക്കാം, നമുക്ക് സദ്യ ഉണ്ണണം, എല്ലാം ചെയ്യാം. എല്ലാവരും ഞാൻ വിളിച്ചില്ലെന്ന് പറയരുത്. എല്ലാ ആൾക്കാരും വരണം കൂട്ടുകാരെല്ലാം കേട്ടോ. പിന്നെന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. വെക്കട്ടെ. പിന്നെ
പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചേട്ടനുണ്ട്, ചേട്ടന് 2 ദിവസം കൊണ്ട് പണിയൊന്നുമില്ല കേട്ടോ. മഴയുണ്ട്, അത് തന്നെയല്ല പണി കുറവും. ഇപ്പം പണിയൊക്കെ കുറവ്, പഴയ പണികളൊക്കെ തീർന്നിന് പുതിയ പണികളൊക്കെ വരണം. പിന്നെ കൊച്ചാക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ പോന്ന് ജീവിതമൊക്കെ ഇങ്ങനെ പോന്ന്, തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോന്ന്. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്കൊക്കെ തരണം കേട്ടോ, കമൻറ്റ് തരണം, ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, ബെൽബട്ടനെ അമർത്തണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടേ കാര്യം പറയത്തുള്ളൂ. ആരോടായാൽ എത്ര ദുഃഖം വന്നാലും ചിരി തന്നെ. അതല്ലേ നമുക്ക് ഏറ്റവും വലുത്. ദുഃഖങ്ങളെല്ലാം നമ്മുടെ മനസ്സിലടക്കും. അങ്ങനെയൊക്കെ ഒരു കാര്യം. പിന്നെ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ നമ്മുടെ ദുഃഖം അങ്ങ് ഓർമ്മ വരത്തില്ല. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ഈ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കിടപ്പും എപ്പോഴും വിഷമങ്ങളും ഓരോ കാര്യങ്ങൾ ചിന്തിച്ചും എടുത്തും അസുഖങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരിതായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പം നല്ലതായിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലായിടും കാണുമല്ലോ. ബുദ്ധിമുട്ടായാലും ചെറിയ ചെറിയ പിണക്കമായാലും എല്ലായിടും കാണും. പിന്നെ ശരി കൂട്ടുകാരെ, സുഖം തന്നെ. ഞാൻ ഓണത്തിനൊക്കെ വിളിക്കും കേട്ടോ. ഓണത്തിനൊക്കെ നോക്കട്ടെ, വെടിയൊക്കെ പിടിച്ചിടണം, നല്ല സാരികളൊക്കെ ഉടുത്തോ, നല്ല ചുരിദാറൊക്കെ ഇട്ട്. ഇപ്പം ഈ ഇടുന്ന ചുരിദാർ തന്നെ പിന്നെയും പിന്നെ ഇട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും ഇല്ല. നമുക്ക് ഓണത്തിന് നോക്കട്ടെ, 2-3 കുറഞ്ഞ ടോപ്പുകളൊക്കെ മേടിക്കാനൊക്കെ ഒന്ന് നോക്കട്ടെ. മേടിച്ചിട്ടോണ്ട് നമുക്ക് വെടിയൊക്കെ പിടിച്ച് ഞാൻ ഇട്ട് തരാം കേട്ടോ. ശരി, ഓക്കെ, ടാറ്റാ.